ഫാദർ, ഗുഡ് ഈവനിങ്. അങ്ങേക്ക് കേൾക്കാവോ? ഗുഡ് ഈവനിങ്. കേൾക്കാം. അച്ഛാ, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പു പറയാൻ പറ്റും, തെരുവുനായുടെ കടി കിട്ടും എന്നുള്ളത്. മാത്രമല്ല, വീടിനുള്ളിൽ അടങ്ങിയിരിക്കാന്ന് വിചാരിച്ചാലോ തെരുവിക്കൂടെ പോകുന്ന പട്ടി വീട്ടിൽ കയറി കടിക്കുന്ന ഒരവസ്ഥയാണ്. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും യാതൊരു നടപടിയും എടുക്കാതെ മിണ്ടാവ്രതം അനുഷ്ഠിക്കുകയാണ് നമുക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും നമ്മുടെ സർക്കാരുകളും. എന്താണ് ഇങ്ങനെ? നിങ്ങളുടെ പല ചർച്ചകളിലും ഞാൻ പ്രധാനമായിട്ടും പങ്കെടുക്കുക ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചായിരുന്നു. അതെ. ഇപ്പോ കുറച്ചു നാളായിട്ട് തെരുവുനായുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കൊച്ചു കേരളത്തിലൂടെ ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന സമയത്താണ് ഷെക്കിന ചാനലിൽ നിന്ന് ഇതേപോലെ ഒരു ഇൻവിറ്റേഷൻ വന്നത്, തെരുവുനായെ കുറിച്ച് പറയാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് പറയാം, ഒരല്പം ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറി നിന്ന് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇപ്പോ കുരുക്ക് ചെറുതായിട്ടൊക്കെ അഴിയുന്നുണ്ട് ഇവിടെ. അപ്പൊ വണ്ടി ഒതുക്കിയിട്ടിട്ട് വണ്ടിക്കുള്ളിൽ തന്നെ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം പേടിയാണ് പുറത്തിറങ്ങി നിൽക്കാൻ, തെരുവുനായ വന്ന് കടിക്കുമെന്ന്. ഒരുപക്ഷെ ഈ തെരുവുനായെ കുറിച്ച് പറയുന്ന ആളുകൾക്കായിരിക്കും, ഇല്ലെങ്കിൽ തെരുവുനായ ആക്രമണത്തിനെതിരെ പ്രതികരിക്കുന്നവർക്കായിരിക്കും ആദ്യം കടി കിട്ടുക. ഇപ്പോ നമുക്ക് സാധാരണ വീടുകളിൽ നിന്ന് പോകുമ്പോൾ പ്രത്യേകിച്ച് രണ്ട് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചിട്ട് പോകാറുള്ളത്. ആപത്തപാടങ്ങളൊന്നും ഉണ്ടാകാതെ തിരിച്ചെത്താനുള്ള അനുഗ്രഹം ഉണ്ടാകണേ എന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചിറങ്ങുന്നവരാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്, ഒന്ന് ബ്ലോക്കിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേരളത്തിലെ യാത്ര ചെയ്യുന്നവര്. അതിന്റെ കൂടെ വളരെ ഗൗരവമായൊരു പ്രാർത്ഥന എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കേണ്ടത് തെരുവുനായയുടെ ആക്രമണത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് നമ്മുടെ നാട്ടിൽ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും എവിടെ നിന്ന് നമുക്ക് തെരുവുനായയുടെ കടി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പലതരം പദ്ധതികൾ ഈ തെരുവുനായയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിനും കേന്ദ്രത്തിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ആ പദ്ധതികളൊന്നും പ്രാവർത്തികമാക്കാനോ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കാനോ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് ഉണ്ടാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികളൊക്കെ വെറും പ്രഹസനങ്ങളാണ് എന്ന് ഇവിടുത്തെ ഏറ്റവും സാധാരണ ആളുകൾക്ക് വരെയും അറിയാവുന്ന കാര്യമാണ്. ABC പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഈ കഴിഞ്ഞ ഏതാനും കാലഘട്ടങ്ങളിലായിട്ട് കേരളത്തിൽ ചെലവാക്കിയത് 13 കോടിയിൽ പരം രൂപയാണ്. അത്രയും കോടി രൂപ ചെലവാക്കി ഒരു പദ്ധതി നടപ്പാക്കിയിട്ട് ദിനംപ്രതി ആളുകൾക്ക് കടി കൂടുന്നതല്ലാതെ ആളുകൾക്ക് കിട്ടുന്ന കടിയുടെ എണ്ണത്തിൽ ഒരു കുറവും വരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ഞങ്ങളുടെ പാലക്കാടുകാരനും കൂടെ ആയ മിനിസ്റ്റർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ABC പദ്ധതി നടപ്പാക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തെരുവുനായയുടെ കടി കുറയുമോ ഇല്ലെങ്കിൽ കടിക്കാതെ ഇരിക്കുമോ എന്ന് ചോദിച്ചു. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. ABC പദ്ധതി നടപ്പാക്കുന്നത് കൊണ്ട് അതിന്റെ ജനന നിയന്ത്രണം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് ഇത് ലക്ഷ്യം വെക്കുന്നതെന്നും നിലവിലുള്ള തെരുനായകൾ മനുഷ്യരെ കടിക്കുന്നതിൽ നിന്ന് മാറ്റാൻ വേണ്ടി പറ്റില്ല എന്നും ഒരു കാര്യം. രണ്ടാമത്, ഇപ്പൊ ഈ വന്യജീവി ആക്രമണമൊക്കെയായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഈ മലയോര ജനതയുടെ പ്രശ്നങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് പല കേസുകളും കൊടുക്കുമ്പോൾ നമുക്ക് അത്തരം കേസുകൾക്ക് വാദിക്കാൻ വേണ്ടി കുറച്ച് പ്രഗത്ഭരായ അഡ്വക്കേറ്റ്മാരെ അപ്പോയിന്റ് ചെയ്യാനോ അവരെ കണ്ടെത്താനോ നമുക്ക് കഴിയാതെ, അതിനുള്ള ഫണ്ടില്ലാതെ വളരെ കഷ്ടത്തിലിരിക്കുകയാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത്. ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാക്കുന്ന അഡ്വക്കേറ്റ്മാര്, നമ്മൾ കേട്ടിരിക്കുന്ന വക്കീലുമാരിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങി വാദിക്കുന്ന കപിൽ സിബലിനെ പോലെയുള്ള ആളുകളാണ് അവിടെ ഈ തെരുവുനായകളെ നിയന്ത്രിക്കരുതെന്നും അവർക്ക് സ്വൈര്യവിഹാരം നടത്താൻ അവസരം കൊടുക്കുന്നതെന്നും തെരുവുനായയുടെ അവകാശത്തെ കുറിച്ച് വാദിക്കാൻ വേണ്ടിയിട്ട് വരുന്നവര് എന്ന് നമ്മൾ ഓർക്കണം. ഈ കഴിഞ്ഞ ദിവസം എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, പലരും വളരെ ഗൗരവമായിട്ട് പറയുന്ന രണ്ട് വ്യക്തികളാണില്ല, മനുഷ്യരുടെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ കരുതുന്ന ആളുകളാണ് മിസ്റ്റർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അവര് രണ്ടുപേരും തെരുവുനായികൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുമ്പോ കേരളത്തിലെ ഒരു മന്ത്രി, അതും രാജേഷ് മിനിസ്റ്റർ ആണ് പറഞ്ഞത്, കാറിൽ പോകുന്ന ആളുകൾക്ക് SBGയുടെ സുരക്ഷയുള്ളവർക്ക് ഇല്ല കമാൻഡോകളുടെ സംരക്ഷണമുള്ളവർക്ക് തെരുവുനായയുടെ കടി കിട്ടില്ലായിരിക്കാം. ഇനി ഇപ്പോഴത്തെ പ്രഗത്ഭരായ തെരുവുനായ ചിലപ്പോ അവരെയും കടിച്ചെന്നിരിക്കും. പക്ഷെ കിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. അങ്ങനെയുള്ളവർക്ക് തെരുവുനായയുടെ അവകാശത്തെ കുറിച്ച് പറയാനായിട്ട് പറ്റും. പക്ഷെ ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതാണ്. ഇവിടെ നമ്മളൊരു മഴ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഞങ്ങളുടെ ജില്ലയ്ക്ക് അവധിയാണ്. മഴ വരാനൊരു സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ കലക്ടർ അവധി പ്രഖ്യാപിക്കുക. കാരണം എന്താ? അറിയാതെ പോലെ ഒരു അപകടത്തിൽ ഒരു കുഞ്ഞു പോയി ചാടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോ ഈ LKG-യിലും UKG-യിലും pre-KG-യിലും ഒക്കെ ഉള്ള കുട്ടികള്, ഏറ്റവും സാധാരണമായ കുട്ടികള്, പാവപ്പെട്ട മനുഷ്യരുടെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികള്, ആ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ 100 കണക്കിന് തെരുവ് നായയെ കടന്നു വേണം അവർക്ക് അവർ പഠിക്കുന്ന ചെറിയ വിദ്യാലയങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ വിദ്യാലയങ്ങളിൽ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല, രക്ഷാപ്രവർത്തനം നടത്താനും ആരുമില്ല. അങ്ങനെ ഈ മക്കൾ പോകുന്ന സമയങ്ങളില് അങ്ങനെയാണെങ്കിൽ ഈ മഴയെ പേടിച്ച് നമ്മൾ സ്കൂളുകൾക്ക് അവധി കൊടുക്കുന്ന ഒരു കാലത്ത് എന്തുകൊണ്ടാണ് കുട്ടികളുടെ സുരക്ഷയെ കരുതിയിട്ടാണെങ്കിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് 365 ദിവസവും സ്കൂളുകൾക്ക് അവധി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുക. കാരണം എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും ഡെയിലി ഏറ്റവും കുറഞ്ഞത് ഒരു കേസെങ്കിലും തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്യുകയോ മറ്റു കേസുകൾ ഉണ്ടാകുമ്പോൾ FIR ഇടുന്ന പോലെ പട്ടിക്കെതിരെ FIR ഇടുന്നില്ല ഇപ്പൊ. അതെ അതെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടികടി ഓരോ ദിവസവും കൂടിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ഈ മൃഗസ്നേഹികൾ വല്ലാണ്ട് കടന്നു വരുന്നുണ്ട്. അവർ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുക, ചിക്കൻ ചില്ലി വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ആൾക്കാരുടെ ഡിബേറ്റ് ഒക്കെ ഞാൻ കാണുകയുണ്ടായി. അവർ മൃഗസ്നേഹം കണ്ടമാനം ഒഴുകുകയാണ്. ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ കപിൽ സിബൽ അടക്കമുള്ള അഡ്വക്കേറ്റ് ലക്ഷങ്ങളാണ് അവരുടെ വേതനം എന്ന് പറയുന്നത്. അവരൊക്കെയാണ് വാദിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അല്ല, സംശയിക്കലല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ മരുന്ന് മാഫിയ എന്ന് പറയുന്ന ഒരു സംവിധാനം അത് ഏതൊക്കെ രീതിയിലാണ് ഒരു സർക്കാരിന്റെ ഒരു സിസ്റ്റത്തെ, ഗവൺമെന്റ് ഒരു സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്യുകയും അതിലുള്ള വേണ്ടപ്പെട്ട ആളുകൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ളത് നടത്തി കൊടുത്തുകൊണ്ട് ഈ തെരുവുനായ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്ന് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാ കൃത്യമായിട്ടുള്ള രീതിയിൽ. ഇനി നമ്മൾ അടുത്ത ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ പണ്ടൊന്നും ഈ നായകൾ ഇത്രയും കാര്യമായിട്ട് കടിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ തെരുവുനായ കടിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹോർമോണോ മറ്റു കാര്യങ്ങളോ ഈ മൃഗസ്നേഹികൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം കൂടുതൽ നായകൾ കടിക്കുമ്പോൾ കൂടുതൽ ഇഞ്ചക്ഷൻ, കൂടുതൽ മരുന്ന് ചെലവാകുന്നു. കൂടുതൽ മരുന്ന് ചെലവാകുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നു. ആ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ അത് ഈ തെരുവ് നായകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നായപ്രേമികൾ എന്ന് പറയപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അത് ഏറ്റവും താഴെത്തട്ടിൽ മുതൽ അങ്ങനെ മുകളിലത്തെ തട്ടിൽ വരെ അതൊരു നെറ്റ്വർക്കാണ്, ഒരു നെക്സസ് ആണ്. അതിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ ഈ വരുമാനത്തെ മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. മേനകാ ഗാന്ധി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് ഇന്ത്യയില്, ഈ തെരുവ് നായികൾക്ക് വേണ്ടി നിൽക്കുന്ന അവരുടെ തലതൊട്ടമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവരുടെ മാത്രം ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ അവരുടെ വരുമാനത്തിനുണ്ടായ വർധന എങ്ങനെയായി എന്ന് ചോദിച്ചാൽ മതി. അവർ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടാണോ? ഏതെങ്കിലും കാര്യത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും കമ്പനീസ് അവർ നടത്തുന്നുണ്ടോ? മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ തെരുവ് നായകൾക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ഇരിക്കുന്നു എന്നുള്ളതാ. തെരുവ് നായക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരാളുടെ വരുമാനം അതും 300 ഇരട്ടിയായും 400 ഇരട്ടിയായൊക്കെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ തെരുവ് നായ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണം. അപ്പോ തൊഴിലില്ലാത്ത ആളുകൾക്കൊക്കെ വേണമെങ്കിൽ പോയി വരുമാന വർധനവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു പണിയായിട്ട് മാറിയിരിക്കുകയാണ് തെരുവ് നായകൾക്ക് വേണ്ടിയിട്ട് വക്കാലത്തെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു നെക്സസ് ആണ്. ഇത് ശരിക്കും ഒരു ഭീകര പ്രവർത്തനമാണ്. ഇത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും എതിരെയുള്ള കടന്നുകയറ്റമാണ്. ഇത് ഭരണഘടനയുടെ ലംഘനമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ മനുഷ്യർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് സർക്കാരുകൾ ഇവിടെ ഉള്ളത്. അതിനെ കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ ജുഡീഷ്യറിയും അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള എക്സിക്യൂട്ടീവും ഒക്കെയാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, നമ്മളെ ഭരിക്കുന്നത്, നമ്മളെ നയിക്കുന്നത്, നമ്മളെ സംരക്ഷിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. ഈ നാട്ടിൽ മറ്റേതൊരു മൃഗത്തിനും അവന്റെ ജീവന് വേണ്ടി, അവന്റെ നിലനിൽപ്പിന് വേണ്ടി സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള സ്വയം സംരക്ഷണത്തിന് വേണ്ടിയുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ ഏതൊരു മനുഷ്യനും ഏതൊരു പാരന്റിനും അവരുടെ കുട്ടികളെ തെരുവുനായി കടിക്കാതെ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഇതിനൊന്നും വേണ്ടി നിലനിൽക്കാതെ നാട്ടുകാർ ഈ കാര്യം കയ്യിലെടുക്കണം. നിയമം കയ്യിലെടുക്കണം എന്നൊന്നും പറയില്ല. പക്ഷെ എന്ത് ചെയ്യണം? മനുഷ്യന്റെ സ്വന്തം മക്കളുടെ തെരുവുനായയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തെരുവുനായെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലണം, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ ആളുകൾ തെരുവുനായെ കൊല്ലുകയല്ല, അവനെ തന്നെ സംരക്ഷിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലും ഈ പറയുന്ന നിസ്സംഗത, അത് നീതിപീഠങ്ങളുടെ ആണെങ്കിലും ഈ വളരെ പോസിറ്റീവായിട്ടുള്ള 1-2 കാര്യമുണ്ടായത് ഈ ദിവസങ്ങളിൽ കോടതി തന്നെ ചോദിച്ചു. പട്ടിപ്രേമികളോട് അതിനെയൊക്കെ കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും സംഭവിക്കുന്നില്ല. ഈ കടി മാത്രമേ കൂടുന്നു എന്നുള്ളത് വളരെ ഭയാനകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും ഇപ്പൊ അച്ഛൻ നേരത്തെ പറഞ്ഞ കാര്യം വളരെയേറെ വലിയൊരു കാര്യം തന്നെയാണ്. ഈ മൃഗസ്നേഹികളുടെ വരുമാന സ്രോതസ് അന്ന് അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും എവിടെ നിന്നാണ് ഈ പണം വരുന്നത് എന്നുള്ളത്. അത് അന്വേഷിക്കാൻ സർക്കാരുകളും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ശ്രമിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ അന്വേഷിക്കണം എന്ന് ഉള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ അകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം.
ഈ ബാക്കി ഏതൊരു കാര്യത്തിലും ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെ, ഒരു തെരുവുനായ കടിച്ചാൽ ഇവിടെ വേണ്ടത്ര രീതിയിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നത്, നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾക്ക് വളരെ ഇനാക്റ്റീവ് ആണ്. ഈ പറയുന്ന പട്ടിപ്രേമികളുടെ സ്വത്ത് കണ്ടുകെട്ടിയിട്ട് ആ സ്വത്തിൽ നിന്ന് വേണം നഷ്ടപരിഹാരം കൊടുക്കുവാൻ. വേണ്ടി വന്നാൽ അങ്ങനെയും കൂടി ഒരു നിയമം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അവരുടെ സ്വത്ത് നാട്ടുകാർ കയ്യേറണം. അപ്പോ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഈ പട്ടിസ്നേഹം കൂടി അവസാനിക്കുകയുള്ളൂ. ശാശ്വതമായ ഒരു പരിഹാരം ഇതിനുണ്ടാവുകയുള്ളൂ. ഓക്കെ, വളരെ നന്ദി അച്ഛാ.